അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയും അലസതയും കാണിക്കുന്നവന് 14 ശിക്ഷകൾ ലഭിക്കുന്നതാണ്. നിസ്കരിക്കാത്തവന് ആ കാര്യത്തിൽ അശ്രദ്ധയും അലസതയും കാണിക്കുന്നവന് ലഭിക്കുന്ന 14 ശിക്ഷകളെ കുറിച്ചാണ്. ഇതിൽ 5 ദുനിയാവിലും 3 മരണസമയത്തും 3 ഖബറിൽ വെച്ചും അതുപോലെ തന്നെ 3 ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷകളാണ്, ആ സമയങ്ങളാണ്. ദുനിയാവിലെ, അതായത് ഫസ്റ്റിലെ തന്നെ പറയാനുള്ളത് ദുനിയാവിലെ ശിക്ഷകൾ എന്തൊക്കെയാണ്, നിസ്കരിക്കാത്തവന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ. ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ശിക്ഷകൾ ജീവിതത്തിൽ ബറക്കത്തോ ദൈവികമായ അനുഗ്രഹങ്ങളോ ലഭിക്കുകയില്ല. സജ്ജനങ്ങളുടെ മുഖപ്രസന്നത അവനിൽ ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങൾക്ക്, അതായത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ അവന്റെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല, ദുആ ചെയ്യുന്നത് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ 5-മതായിട്ട് പറയുവാനുള്ളത് മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ അവനൊരു വിഹിതവും ഉണ്ടാവുകയില്ല. മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ, ദുആയിൽ അവനൊരു വിഹിതവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മരണസമയത്ത് നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ്. അവൻ നഗ്നനായിട്ടായിരിക്കും മരിക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് വിശന്ന് മരിക്കേണ്ടി വരും, ആ അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ മരണസമയത്ത് അസഹ്യമായ ദാഹം അനുഭവപ്പെടും. നിസ്കരിക്കാത്തവന് കിട്ടുന്ന ശിക്ഷയാണ് മരണസമയത്ത് കിട്ടുന്ന ശിക്ഷ. അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷ, വാരിയെല്ലുകൾ കോർക്കപ്പെടും വിധം അവനെ ഖബർ ഞെരുക്കുന്നതാണ്. അതുപോലെ തന്നെ ഖബറിൽ കത്തിക്കപ്പെടും. അതുപോലെ മരണസമയത്ത് അസഹ്യമായ ദാഹവും ഉണ്ടാകും. ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും നിസ്കരിക്കുന്നവരാവുക. അതുപോലെ തന്നെ മഹ്ശറിൽ കിട്ടുന്ന ശിക്ഷ, കടുത്ത വിചാരണ നേരിടേണ്ടി വരും. നിസ്കരിക്കാത്തവന്, അശ്രദ്ധ കാണിക്കുന്നവന് കടുത്ത വിചാരണ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കോപം അതിഭീകരവും ഭയാനകവുമായിരിക്കും. അവന് നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവരെയും നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നിസ്കരിക്കുവാനുള്ള തൗഫീഖ് നമ്മിൽ തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്, ഇതുവരെ പറയുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്റെ ദുആയിലും എന്റെ കുടുംബത്തിന്റെ ദുആയിലും അവരെയും ഞാൻ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും കമന്റ് കാണുന്നവരാണെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതുവരെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഒരു വഖത്ത് നമസ്കാരം മുടക്കാതെ അള്ളാഹു എല്ലാ നമസ്കാരങ്ങളും കൃത്യമായിട്ട് അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും സ്വലാത്തുകളും ദിക്റുകളും വർദ്ധിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.